വെറും 10 മിനിറ്റ് കൊണ്ട് മനസ്സും വയറും നിറയാൻ ഇതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് അല്പം ചൊവ്വരി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ചൊവ്വരിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 100 ml വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചവ്വരി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാച്ചാത്ത പാൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാലും ചവ്വരിയും കൂടി നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇതിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൽപ്പൊടിയൊക്കെ പാലിലായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് പാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. പാൽ നല്ല ക്രീമി പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇതുപോലെ അങ്ങ് ചേർക്കുക. ഞാൻ 4 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. പാൽ കൂടി ചേർത്തിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തണുത്ത പാൽ ചേർത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തുടരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഇതൊന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. 200 ml മിൽക്ക് മെയ്ഡാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് സ്ലിമ്മിലിട്ടിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ 5 മിനിറ്റിന് ശേഷം കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കിയ ശേഷം ഇതിന് നല്ലപോലെ തണുത്ത് വരുന്ന വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് മാറും. അങ്ങനെ ഇതാ നമ്മളുടെ കസ്റ്റാർഡ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പോമഗ്രാനൈറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 കപ്പ് മാങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. കുറച്ചുകൂടി ഒന്ന് നമുക്ക് കൂളാക്കിയിട്ടും കഴിക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.